മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കറന്റ് ലൂപ്പിൽ ഒരു ടോർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള കറന്റ് ലൂപ്പ് ഒരു മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്കറിയാം. ഈ മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സിനെ കറന്റിന്റെ ഡയറക്ഷനിലേക്ക് കേൾ ചെയ്യുമ്പോൾ തമ്പ് പോയിന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും. ഇങ്ങനെയാണ് ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ഈ കേസിൽ മാഗ്നറ്റിക് മൊമെന്റും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അതായത് ടോർക്ക് മാക്സിമം ആണ്. ഈ ടോർക്ക് കാരണത്താൽ മാഗ്നറ്റിക് മൊമെന്റ് വെക്റ്റർ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററിനടുത്തേക്ക് ടേൺ ചെയ്യപ്പെടുന്നു. കോയിൽ ഈ രീതിയിൽ തിരിയുമ്പോൾ ആംഗിൾ കുറയുന്നത് കാരണത്താൽ ടോർക്ക് കുറയുകയും ആംഗിൾ 0 ആവുന്ന സമയത്ത് ടോർക്ക് 0 ആവുകയും ചെയ്യുന്നു. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ തിരിയാൻ പാകത്തിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന സ്കെയിലിനെയാണ് ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. സ്കെയിലിന്റെ ഈ പൊസിഷനിൽ ഗ്രാവിറ്റി അതിന് കൊടുക്കുന്ന ടോർക്ക് മാക്സിമവും പിന്നീട് അത് ഡിക്രീസ് ചെയ്യുകയും എന്നാൽ ഈ പൊസിഷനിൽ ടോർക്ക് 0 ആവുകയും ചെയ്യുന്നു. ഗ്രാവിറ്റി സ്കെയിലിനെ ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യിക്കാൻ ശ്രമിക്കുന്നതിനാലാണ് ഈ പൊസിഷനിൽ മാക്സിമം ടോർക്ക് ഉണ്ടാവുന്നത്. ഇതിന് സമാനമായി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ശ്രമിക്കുന്നത് എം വെക്ടറിനെ ബി വെക്ടറിന്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യിക്കാനാണ്. അതിനാലാണ് 90 ഡിഗ്രി ആംഗിളിൽ ടോർക്ക് മാക്സിമം വരുന്നത്. എന്നാൽ എം വെക്ടറും ബി വെക്ടറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാവുന്ന കേസിൽ സൈൻ തീറ്റ കുറയുന്നത് കാരണത്താൽ ടോർക്കും കുറയുകയും തീറ്റ 180 ഡിഗ്രി ആവുമ്പോൾ ടോർക്ക് 0 ആവുകയും ചെയ്യുന്നു. അതായത് ആംഗിൾ 0 ആവുന്ന സമയത്തും 180 ഡിഗ്രി ആവുന്ന സമയത്തും ടോർക്ക് 0 ആയിരിക്കും വരുന്നത്. ഇത് സ്കെയിലിനെ ഈ രീതിയിൽ ബാലൻസ് ചെയ്യുന്നതിന് സമാനമാണ്. ഈ രണ്ട് കേസിലും ടോർക്ക് 0 ആയിരിക്കും. എന്നാൽ ഈ പൊസിഷനിൽ നിന്ന് സ്കെയിലിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്താൽ സ്കെയിൽ ആ പൊസിഷനിലേക്ക് തന്നെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനാണ്. എന്നാൽ ഈ പൊസിഷനിൽ നിന്ന് നമ്മൾ സ്കെയിലിനെ ഡിസ്റ്റർബ് ചെയ്താൽ ടോർക്ക് സ്കെയിലിനെ ആ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ സ്റ്റേബിൾ പൊസിഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാരണത്താലാണ് സ്കെയിൽ ഇക്വിലിബ്രിയം പൊസിഷനിലാണെങ്കിൽ പോലും നമ്മൾ ഇതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. 180 ഡിഗ്രി ആംഗിളിൽ ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിലായതിനാൽ ഇവിടുന്ന് ഇതിനെ ചെറുതായി ഡിസ്റ്റർബ് ചെയ്താൽ ടോർക്ക് അതിനെ സ്റ്റേബിൾ പൊസിഷനിലേക്ക് എത്തിക്കുന്നു. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമവും ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മിനിമവും ആയിരിക്കും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായതിനാൽ നേച്ചർ ഒരു ടോർക്ക് അപ്ലൈ ചെയ്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറച്ച് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു. ഈ കേസിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയതിനാൽ ഈ പൊസിഷനിൽ നിന്ന് നമ്മൾ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നേച്ചർ അതിലൊരു ടോർക്ക് അപ്ലൈ ചെയ്യുകയും അതിനെ എനർജി കുറഞ്ഞ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു.